പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്ററിലെ അൽ മനാഹിലു ഫി ദിറാസത്തുൻ ഫിൽ അറബിൽ ക്ലാസിക്കി എന്ന ചാപ്റ്ററിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, കം ആയത്തും ഫി സൂറത്തുൽ ജുമുഅ. ജുമുഅ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട്? ആൻസർ 14 ആയത്തൻ, 14 ആയത്തുകളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാ മദ്മൂൻ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിൻ്റെ ഉള്ളടക്കം എന്താണ്? ആൻസർ അലമത്തുല്ലാഹി വ ഖുദ്റത്തിഹി ഫിൽ ഖൽഖ്. അള്ളാഹുവിൻ്റെ മഹത്വവും സൃഷ്ടിപ്പിലെ അവൻ്റെ കഴിവുമാണ് സൂറത്തുൽ മുൽക്കിലെ ഉള്ളടക്കം. മൂന്നാമത്തെ ചോദ്യം, അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ മൻ. അവർ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ് ആര്? ആൻസർ അൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ. നാലാമത്തെ ചോദ്യം, മാഹുൽ ഇസ്ലാമുൽ കാമിൽ ഇമാം മുസ്ലിം. ഇമാം മുസ്ലിമിൻ്റെ മുഴുവൻ പേരെന്താണ്? ജവാബ്, മുസ്ലിമിന് ഹജ്ജാജ് ഇബ്നുൽ ഖുശൈരിൽ നൈസാബൂരി. അഞ്ചാമത്തെ ചോദ്യം, ഐന വുലിദൽ ഇമാം മുസ്ലിം. ഇമാം മുസ്ലിം എവിടെയാണ് ജനിച്ചത്? ആൻസർ നൈസാബൂർ. ഇന്നത്തെ ഇറാനിലെ നൈസാബൂരിലാണ് ഇമാം മുസ്ലിം ജനിച്ചത്. ആറാമത്തെ ചോദ്യം, മാഹുവ ശറഹു തിർമിദിൽ ഇമാമുൽ മുബാറകഫൂരി. മുബാറകഫൂരിയുടെ തിർമിദിയുടെ വ്യാഖ്യാന ഗ്രന്ഥം ഏതാണ്? ആൻസർ തുഹ്ഫത്തുൽ അഹ്വദി. ഏഴാമത്തെ ചോദ്യം, മൽ മുറാദ് ബിൽ ആദാബി. ആദാബുകൾ കൊണ്ടിട്ടുള്ള ഉദ്ദേശം എന്താണ്? ആൻസർ അൽ അഖ്ലാഖുൽ ഹുസ്ന വ സുലൂക്കുൽ ജമീൽ, നല്ല സ്വഭാവം പെരുമാറ്റ രീതികളും. മൽ മുറാദ് ബിൽ സ്വലാ. നിസ്കാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ അൽ ഇബാദത്തുൽ മഖ്സൂസത്ത് ബിൽ അഖ്വാലി വൽ അഫ്ആൽ, പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങിയ ആരാധന. ഒമ്പതാമത്തെ ചോദ്യം, മാതാ യാനി ബിൻ നിക്കാഹ്. നിക്കാഹ് കൊണ്ടിട്ടുള്ള ഉദ്ദേശം എന്താണ്? ആൻസർ അഖ്ദുൻ ശർഈൻ ബൈനർ റജുലി വൽ മർഅ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള മതപരമായ വിവാഹ കരാർ. പത്താമത്തെ ചോദ്യം, മാഹിൽ ഖുസൂസിയത്തുൽ സൂറത്തുൽ മുഅ്മിനൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ്റെ പ്രത്യേകത എന്താണ്? ആൻസർ തബ്ദഉ ബിദിക്രി സിഫാത്തുൽ മുഫ്ലിഹീന മിനൽ മുഅ്മിനീൻ. വിജയികളായ വിശ്വാസികളുടെ ഗുണങ്ങൾ വിവരിച്ചുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത്. അടുത്ത സെക്ഷൻ ബി, ഒക്തുബ് മുദക്കിറത്തിന് അനിൽ ആദ്യത്തി, ശേഷം വന്നതിനെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. 11ാമത്തെ ചോദ്യം, ബൈനുൽ ആദാബിൻ നിക്കാഹ്. നിക്കാഹിൻ്റെ മര്യാദകൾ വിവരിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ അൽ ഖുത്ബത്തു ആണ്. തഅറഫു അല തർഫിൽ ആഖിരി വൽ മഅറൂഫ്, വിവാഹാന്വേഷണം നടക്കുക. രണ്ടാമത്തെ അൽ വലീമത്ത്, തആമുൽ ഫറഹി, വിവാഹ സദ്യ നടത്തുക. ഹുസ്നുൽ ഉശ്റ, തആമുൽ ബിൽ മഅറൂഫ് ബൈന സൗജൈൻ, ദമ്പതികൾ തമ്മിലുള്ള നല്ല പെരുമാറ്റം. അദ്ദുആ, തമന്നിൽ ബർക്കത്തി വൽ ഖൈർ, ഖൈറിനും ബർക്കത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. 12ാമത്തെ ചോദ്യം, മാഹുവ സിഫാത്തുൽ മുഅ്മിനീൻ. മാഹുവ സിഫാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ എന്താണ്? ആൻസർ അൽ ഖുശൂഅ ഫി സ്വലാ, നിസ്കാരത്തിലുള്ള ഭയഭക്തി. അൽ ഇഅറാദു അനിൽ ലഗ്വി, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. അദാഉ സക്കാത്തി, സക്കാത്ത് നിർവഹിക്കുക. ഹിഫ്ളുൽ ഫുറൂജി, പരിശുദ്ധത കാത്തു സൂക്ഷിക്കുക. ഗുഹ്യാവയങ്ങളെ സൂക്ഷിക്കുക. അൽ അമാനത്ത് വൽ അഹദ്, അമാനത്തുകളും കരാറുകളും പാലിക്കുക. മൽ മുറാദു ബിൽ ആദാബി വ സിലത്തി ബയ്യിൻ. 13ാമത്തെ ചോദ്യം, മൽ മുറാദു ബിൽ ആദാബി വ സിലത്തി. ആദാബുകൾ കൊണ്ടും സിലത്ത് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ അൽ ആദാബു ഹി അഖ്ലാഖുൽ ഹുസ്ന വ സുലൂക്കുൽ ജമീല അല്ലത്തി യജിബു അൻ യതഹല്ല ബിഹൽ മുസ്ലിം ഫി ഹയാത്തിഹി. വസിലത്തു തഅനി അർവാത്തിബുൽ ഇജ്തിമാഇയ്യ വൽ ഖാസത്തു സിലത്തുർ റഹീം അൽ ബിർറുൽ വാലിദൈനി വൽ ഇഹ്സാനി ലിൽ അഖാരിബി വൽ ഹിഫ്ളി അൽ അലാഖിയത്തുൽ ആയിലിയ. ഒരു മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട നല്ല ധാർമ്മികതയും മനോഹരമായ പെരുമാറ്റങ്ങളെയും ആദാബ് സൂചിപ്പിക്കുന്നു. സിലത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുക, പ്രത്യേകിച്ച് കുടുംബബന്ധം നിലനിർത്തുക. മാതാപിതാക്കളെ ബഹുമാനിക്കുക, ബന്ധുക്കളോട് ദയ കാണിക്കുക, കുടുംബബന്ധങ്ങൾ നിലനിർത്തുക. 14ാമത്തെ ചോദ്യം, മാഹി ആദാബ് സ്വലാത്തി കമാ വറദ ഫി സ്വഹീഹ് മുസ്ലിം.
സഹീഹ് മുസ്ലിം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയുടെ മര്യാദകൾ ഏതൊക്കെയാണ്? ആൻസർ: അൽ മശ്യു ഇലാ സ്വലാത്തിൻ ബി സക്കീനത്തിൻ വഖാരിൻ വഅദമു സഈ ഇലൈഹാ മുസ്രിഅൻ വളഉൽ യദി യുംന അലൽ യുസ്റ ഫി സ്വലാ വൽ ഖുശൂഉ വതസ്വിയത്തു സുഫൂഫ്. ശാന്തതയോടും മാന്യതയോടും കൂടി പ്രാർത്ഥനയിലേക്ക് നടക്കുക, നിസ്കാരത്തിലേക്ക് നടക്കുക, തിരക്ക് കൂട്ടാതിരിക്കുക, നിസ്കാരത്തിൽ വലതു കൈ ഇടതുവശത്ത് വയ്ക്കുക, വിനയം കാണിക്കുക, സഫുകൾ ചൊവ്വാക്കുക, നേരെയാക്കുക. 15ാമത്തെ ചോദ്യം: നാഖിഷ് അനിൽ ലിബാസി വസീന. വസ്ത്രധാരണത്തെയും അലങ്കാരത്തെയും കുറിച്ച് ചർച്ച ചെയ്യുക. ആൻസർ: അൽ ഇസ്ലാമു യദ്ഉ ഇല നളാഫത്തി വതജമ്മുലി ബിൽ ലിബാസി സാതിരി അല്ലദി ലാ യസിഫു വലാ യശിഫു യജിബു അൻ യകൂന ലിബാസു മുതവാളിഅൻ വയഹ്റുമു അല റജുലി ലബ്സു ദഹബി വൽ ഹരീർ ബൈനമാ യുബാഹു ദാലിക ലിന്നിസാ വൽ ഹദഫു വൽ ഹിഫ്ളു അലൽ ഹയാഇ വശഖ്സിയത്തിൽ ഇസ്ലാമിയ്യ. വെളിപ്പെടാത്തതോ സുതാര്യമോ അല്ലാത്ത മിതമായ വസ്ത്രങ്ങളിലൂടെ വൃത്തിയും അലങ്കാരവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. വസ്ത്രധാരണം മാന്യമായിരിക്കണം. പുരുഷന്മാർ സ്വർണവും പട്ടും ധരിക്കുന്നത് നിഷിദ്ധമാണ്. അതേസമയം സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ അനുവാദമുണ്ട്. മാന്യതയും ഇസ്ലാമിക സ്വഭാവം സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത 16ാമത്തെ ചോദ്യം: ബൈനുൽ മദ്മൂൻ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിൻ്റെ ഉള്ളടക്കം വ്യക്തമാക്കുക. تتحدث سورة الملك عن العظمة الله وقدرته في خلق الكون. تذكرنا بأن الموت والحياة اختبار للإنسان كما تتناول المصير الكافرين وعذاب جهنم والجزاء الحسن للمؤمنين الذين يخشون ربهم بالغيب. സൂറത്തുൽ മുൽക്ക് പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിൻ്റെ മഹത്വത്തെയും ശക്തിയും കുറിച്ച് സംസാരിക്കുന്നു. കൂടാതെ ജീവിതവും മരണവും മനുഷ്യരാശിക്കുള്ള ഒരു പരീക്ഷണമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസികളുടെ വിധിയെയും നരകശിക്ഷയെയും രഹസ്യമായ തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്ന വിശ്വാസികൾക്കുള്ള നല്ല പ്രതിഫലത്തെയും ഇത് അഭിസംബോധന ചെയ്യുന്നു. 17ാമത്തെ ചോദ്യം: മൽ മൗദൂഅത്തുല്ലത്തി വറദത് ഫീ സൂറത്തുൽ ജുമുഅ. ജുമുഅ സൂറത്തിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: തതനാവലു സൂറത്തു തസ്ബീഹുൽ കൗനി ലില്ലാഹി വബഅസത്തു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതഅലീമിൻ നാസി വതസ്കിയതിഹിം കമാ തന്തഖിദുൽ യഹൂദുൽ ലദീന ഹമലു തൗറാത്ത വലം യഅമലു ബിഹാ തുഅക്കിദു അലാ അഹമിയത്തി സ്വലാത്തുൽ ജുമുഅ വതർക്കുൽ ബൈഇ വത്തിജാറ ഇൻദ നിദാഇ ലഹാ. പ്രപഞ്ചം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ചും മനുഷ്യരാശിയെ പഠിപ്പിക്കാനും ശുദ്ധീകരിക്കാനുമുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെക്കുറിച്ചും ഈ സൂറത്ത് ചർച്ച ചെയ്യുന്നു. തൗറാത്ത് നൽകപ്പെട്ടിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്ത യഹൂദന്മാരെയും വിമർശിക്കുന്നു. കൂടാതെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ പ്രാധാന്യവും പ്രാർത്ഥനയ്ക്കുള്ള വിളി കേൾക്കുമ്പോൾ കച്ചവടം നിർത്തലും ഊന്നിപ്പറയുന്നു. അടുത്ത ചോദ്യം: നാഖിഷ് അനിൽ ആദാബി വസ്ലത്തി ഫിൽ മുജ്തമഅ റാഹിൻ. നിലവിലെ സമൂഹത്തിലെ ആദാബുകളെയും ബന്ധങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുക. ആൻസർ: ഫിൽ മുജ്തമഅൽ മുആസിർ തറാജഅത്ത് ബഅദുൽ ഖയ്യിമി ബിസബബിൽ ഇൻശിഗാലി ബിത്തെക്നോളജിയ മിനൽ ളറൂരി ഇഹ്യാഉൽ ആദാബി തആമുലി വൽ ഇഹ്തിറാമി അൽ മുതബാദിലി വതഖ്വിയത്തി സിലത്തി റഹിമി عبر الزيارات الميدانية وعدم الاكتفاء بالتواصل الرقمي فقط لنشر المحبة والتكافل. സമകാലിക സമൂഹത്തിൽ സാങ്കേതിക വിദ്യയോടുള്ള ആസക്തി കാരണം ചില മൂല്യങ്ങൾ കുറഞ്ഞു. നല്ല പെരുമാറ്റവും പരസ്പര ബഹുമാനവും പുനരുജ്ജീവിപ്പിക്കേണ്ടതും സ്നേഹവും ഐക്യദാർഢ്യവും പ്രചരിപ്പിക്കുന്നതിന് ഡിജിറ്റൽ ആശയവിനിമയം മാത്രമല്ല, നേരിട്ടുള്ള സന്ദർശനങ്ങളിലൂടെ കുടുംബബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. അടുത്ത സെക്ഷൻ സി ആണ്. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഉക്തു മഖാലത്തൻ അൻ വാഹിദി മിനൽ ആത്തിയത്തി. ശേഷം തന്നതിൽ നിന്ന് ഒന്നിന് ഉപന്യാസം എഴുതുക. അപ്പോൾ നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹയാത്തുൽ ഇമാമി മുസ്ലിമി വാസാരിഹിൽ ഖൈമ ഫി ജമിൽ അഹാദീസ്.
ഇമാം മുസ്ലിമിൻ്റെ ജീവിതവും ഹദീസുകൾ ശേഖരിക്കുന്നതിൽ അദ്ദേഹം ചെലുത്തിയ വിലപ്പെട്ട സ്വാധീനവും. നമുക്ക് ആൻസർ നോക്കാം. മുഖദ്ദിമ. അൽ ഇമാം മുസ്ലിം ഹു അഹദു അയിമ്മത്തുൽ ഹദീസിൽ കുബ്ബാർ സാഹിബുൽ കിതാബ് ഷഹീർ സഹീഹ് മുസ്ലിം. ഇമാം മുസ്ലിം ഹദീസിലെ മഹാനായ ഇമാമുകളിൽ ഒരാളാണ്. സഹീഹ് മുസ്ലിം എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവാണ്. മൗലിദുഹു നഷഅത്തുഹു ഉലിദ ഫി നൈസാബൂർ സനത്ത 204 ഹിജ്രിയ. നശഅ ഫി ബൈത്തി ഇൽമിൻ വ തലബിൽ ഹദീസി മുൻ സഗരിഹി. അദ്ദേഹം ജനനവും അദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന സാഹചര്യം. ഹിജ്റ 2004 നൈസാബൂരിൽ ജനിച്ച അദ്ദേഹം ഒരു പണ്ഡിത കുടുംബത്തിലാണ് വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ ഹദീസുകളെ കുറിച്ചുള്ള അറിവ് നേടി. അടുത്ത റിഹ്ലാത്തുൽ ഇൽമിയ, അവിടുത്തെ പണ്ഡിത യാത്രകൾ. സാഫറ ഇലൽ ഇറാഖി വൽ ഹിജാസി വ ഷാമി വ മിസ്ർ ലിൽഖാഇൽ ഉലമാഇ വ ജംഇൽ അഹാദീസ് മിൻ അഷ്ഹരി ശുയൂഖി അൽ ഇമാം അൽ ബുഖാരി. പണ്ഡിതരെ കാണാനും ഹദീസ് ശേഖരിക്കാനും അദ്ദേഹം ഇറാഖ്, ഹിജാസ്, ഷാം, മിസ്ർ പോലത്തെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തരായ ഉസ്താദുമാരിൽ ഒരാളായിരുന്നു ഇമാം അൽ ബുഖാരി. അടുത്ത കിതാബുഹു സഹീഹ്, അവിടുത്തെ സഹീഹ് ഗ്രന്ഥം. അമ്മാ ഖറാബത്തൻ 15 عاما في تأليف صحيح مسلم استدرت فيها صحة والاتصال ويعتبر كتابة ثاني أصح كتاب بعد القرآن الكريم وصحيح البخاري. ഗവേഷകർക്ക് പ്രയോജനം നേടുന്നതിനായി എളുപ്പമുള്ളതിനായി ഹദീസുകളിലെ വിവിധ വിവരണ ശൃംഖലകൾ ഒരിടത്ത് സമാഹരിച്ചുകൊണ്ട് സൂക്ഷ്മമായ ക്രമീകരണത്തിലൂടെയും സഹീഹ് മുസ്ലിം സമാഹരിക്കുന്നതിന് ഏകദേശം 15 വർഷം അദ്ദേഹം ചെലവഴിച്ചു. ആധികാരികതയുടെ വ്യവസ്ഥകൾ തുടർച്ചയായ വിവരണ ശൃംഖലയും അദ്ദേഹം നിശ്ചയിച്ചു. വിശുദ്ധ ഖുർആനും സഹീഹ് ബുഖാരിക്ക് ശേഷം ഏറ്റവും ആധികാരികമായ രണ്ടാമത്തെ ഹദീസ് ഗ്രന്ഥമായി സഹീഹ് മുസ്ലിമിനെ കണക്കാക്കപ്പെടുന്നു. അടുത്ത പറയുന്നത് മൻഹജാണ്, അവിടുത്തെ രീതിശാസ്ത്രം. تتميز الإمام مسلم بدقة ترتيب وجمع طرق الحديث في مكان واحد مما يسهل على الباحثين الاستفادة منه. ഗവേഷകർക്ക് പ്രയോജനം നേടുന്നത് എളുപ്പമാക്കുന്നതിനായി ഹദീസുകളുടെ വിവിധ വിവരണ ശൃംഖലകൾ ഒരിടത്ത് സമാഹരിച്ചുകൊണ്ട് സൂക്ഷ്മമായ ക്രമീകരണത്തിലൂടെയും സമാഹരിച്ചതിലൂടെയും ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിനെ വ്യത്യസ്തനാക്കി. അടുത്തത് അവിടുത്തെ വഫാത്താണ്. തോഫിയ റഹിമഹുല്ല ഫി നൈസാബൂർ സനത്ത 261 ഹിജ്രിയ. തറക്ക അസറൻ അലീമൻ യഖ്ദമുൽ ഉമ്മത്തുൽ ഇസ്ലാമിയ ഇലാ യൗമിന ഹാദ. ഹിജ്റ 261 നൈസാബൂരിൽ അവിടുന്ന് അന്തരിച്ചു. ഇന്ന് മുസ്ലിം സമൂഹത്തെ സേവിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം അദ്ദേഹം അവശേഷിച്ചു. ഇതിൻ്റെയൊക്കെ ആൻസർ കീ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. ആൻസർ കീ ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.